മധ്യപൂർവേഷ്യയിൽ സംഘർഷത്തിൽ ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരിച്ച് വിദേശകാര്യ മന്ത്രാലയം. കുടുങ്ങിക്കിടക്കുന്നവർക്ക് സാധ്യമായ എല്ലാ സഹായവും നൽകിയിട്ടുണ്ട്. സംഘർഷം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ടെഹ്റാനിലുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളെ എംബസി സുരക്ഷിത മേഖലയിലേക്ക് മാറ്റി. മധ്യപൂർവേഷ്യയിലെ സംഘർഷത്തിൽ ഇന്ത്യക്കാർ കൊല്ലപ്പെടുകയോ കാണാതാവുകയോ ചെയ്തിട്ടുണ്ടെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം. കുടുങ്ങിക്കിടക്കുന്നവർക്ക് സഹായം നൽകുന്നുണ്ട്. ഒമാൻ തീരത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യക്കാർക്ക് ജീവൻ നഷ്ടമായതിലും മധ്യപൂർവേഷ്യയിലെ ഇന്ത്യക്കാരുടെ സുരക്ഷയിലും വിദേശകാര്യ മന്ത്രാലയം ആശങ്ക രേഖപ്പെടുത്തി. ചർച്ചയിലൂടെയും നയതന്ത്രത്തിലൂടെയും പ്രശ്നപരിഹാരം കാണണമെന്നാവർത്തിച്ച ഇന്ത്യ സംഘർഷം വഷളാകുന്നതിലെ ആശങ്ക വ്യക്തമാക്കി. രാജ്യത്തിന്റെ വ്യാപാര ഊർജ്ജ വിതരണ ശൃംഖല സംഘർഷ മേഖലകളിലൂടെ കടന്നുപോകുന്നുണ്ട്. തടസ്സമുണ്ടായാൽ അത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുരുതരമായി ആഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. അതേസമയം ഹ്രസ്വകാല പ്രതിസന്ധിയെ മറികടക്കാനുള്ള ശേഖരമുള്ളതിനാൽ നിലവിൽ എണ്ണവില വർദ്ധിപ്പിക്കേണ്ട ആവശ്യമില്ലെന്നാണ് പെട്രോളിയം മന്ത്രാലയം അറിയിച്ചത്. കുവൈത്ത് കിരീടാവകാശിയുമായും ഒമാൻ ഭരണാധികാരിയുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ സംസാരിച്ചു. അതേസമയം ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ചരക്ക് നീക്കം നിലച്ച പശ്ചാത്തലത്തിൽ റഷ്യൻ എണ്ണ വാങ്ങുന്നത് വർദ്ധിപ്പിക്കാൻ ഇന്ത്യ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ ആപത്ത് കണക്കിലെടുത്ത് ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഖോമിലേക്ക് സുരക്ഷിതമായി മാറ്റിയെന്നും എംബസി അറിയിച്ചു. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.